വേദിയിലെ എല്ലാ മലയാളികൾക്കും മങ്കയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ചരിത്രപ്രധാനമായ ദിവസമാണ്. As an association, Manga is celebrating its 30th anniversary this year. And President Saju Joseph's നേതൃത്വത്തിലുള്ള ഈ ബോർഡ് മങ്കയുടെ സാരഥ്യം ഏറ്റെടുത്തിട്ട് ഇന്ന് ഒരു വർഷത്തോളം തികയാണ്. നമുക്കറിയാം, സാധാരണ മലയാളി അസോസിയേഷനുകളിലൊക്കെയുള്ള ഈ വളരുന്നോറും പിളരുന്നോറും വളരുന്നത് പറഞ്ഞ പോലത്തെ പ്രതിഭാസമൊന്നും ഇല്ലാതെ കഴിഞ്ഞ 30 വർഷമായിട്ട് വളർച്ചയുടെ പടവുകൾ താണ്ടി ഇന്നിവിടെ വരെ എത്തിയിരിക്കുന്ന മങ്കയ്ക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് സാജു ജോസഫോ, അദ്ദേഹത്തിന്റെ മുൻഗാമികളായ പല പ്രസിഡന്റുമാരും, ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സും, ബോർഡ് അംഗങ്ങളും, അവരുടെ ഫാമിലിയും അവരുടെ എല്ലാം ഒത്തിരി കഠിനാധ്വാനവും പരിശ്രമവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഈ നിലയിലെത്താൻ സാധിച്ചത്. തീർച്ചയായും ഏരിയയിലെ എല്ലാ മലയാളികളുടെയും സഹകരണവും സഹായവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓണം, ക്രിസ്മസ്, പിക്നിക് എല്ലാം നമ്മൾ നടത്താറുണ്ട്. അതൊന്നും കൂടാതെ ഏരിയയിലെ ജനങ്ങളുടെ ജനകീയമായ പ്രശ്നങ്ങളിലെല്ലാം വളരെ ഇൻവോൾവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനും, നമ്മുടെ മാവേലി നമ്മോട് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമായ സഹായങ്ങൾ കൗൺസിലേറ്റുകളിലും ഒക്കെ ചെയ്തു തരാൻ നമ്മുടെ സാജുവിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനും സാധിച്ചിട്ടുണ്ട്. മങ്ക ഒരു എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം. നമുക്ക് 5 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക്, കേരളത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു. അതുകൂടാതെ നമ്മൾ എറണാകുളത്തുള്ള ഒരു സ്കൂളിലെ 20ഓളം കുട്ടികളെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. വയനാട്ടിലുള്ള ഒരു പഴശ്ശിരാജ സ്കൂളിനെ നമ്മൾ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മങ്ക നടത്തുന്ന ഒരു മലയാളം ക്ലാസ്സിന്റെ ഇവിടുത്തെ ചെറിയൊരു പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ആലപ്പുഴയിലുള്ള ഒരു സുഹൃത്തിന്റെ വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള ഹെൽപ്പുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും സഹായത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. മാവേലി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കൗൺസിലേറ്റൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു റിലേഷനാണ് ഉള്ളത്. അവിടുത്തെ ഭാസൻ സാറും അവരെല്ലാം നമ്മുടെ മങ്ക കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. അവരെല്ലാം എല്ലാ കാര്യത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് എപ്പോഴും അറിയാം, ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും മാവേലി പോലും പാസ്പോർട്ട് എക്സ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ അവിടെ ഓടി ചെല്ലുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ. നമുക്ക് അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. വേറൊരു കാര്യം, നമ്മുടെ മങ്ക മറ്റ് ഇന്ത്യൻ അസോസിയേഷനുകളോടുകൂടി സഹകരിച്ച് നമ്മൾ കേരളത്തിലേക്കുള്ള യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു വരികയായിരുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു പുതിയ എയർലൈൻ കൂടി ബേ ഏരിയയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് കൊടുക്കാമെന്ന് അവർ മങ്കയെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. Etihad Airlines officially announced, they informed Manga that they will be starting a service from San Francisco in November 17th. So, ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് പല കാര്യങ്ങളും മങ്ക ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനധികം ദീർഘിക്കുന്നില്ല. ഈ ഓണം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. We have the Kannadakootam President, Mr. Dhananjay here, and Bay Area Tamil Mandram President, Mr. Sole Alagaman here, and Bharati Tamil Sangam Vice President Nityavari Sundar is here, and Bay Area Telugu Association board members are here. കൂടാതെ നമ്മുടെ വിൻസെന്റ് അച്ഛനും തമ്പിയാങ്ങളും സാറ ജോസഫ് എല്ലാവരും ഇവിടെ നമുക്ക് അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ലാമ്പ് ലൈറ്റ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഇനാഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ സാജു ജോസഫിനെ ആദ്യം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സാജു ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് കം ടു ദി സ്റ്റേജ്. ആൻഡ് ഐ ലൈക്ക് ടു ഇൻവൈറ്റ് ഓൾ ഓഫ് ദി ഗസ്റ്റ്. Please come on stage and help us to light and inaugurate the event.
I also invite Mr. Jose Kurian. Please come on stage. വളരെ പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയി. നമ്മുടെ കൗൺസിലേറ്റിലെ ഓഫീസറായിട്ടുള്ള ആനന്ദ് കുമാർ is here to as our chief guest. I welcome Mr. Anand Kumar on stage. പ്രസിദ്ധ കവയിത്രി റോസ്മേരി നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. Please come on stage. Thank you very much. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സാജു ജോസഫിനെ പ്രസിഡൻഷ്യൽ സ്പീച്ചിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഹാപ്പി ഓണം എവരിബഡി. സാധാരണ ഒരു വലിയ പ്രസംഗത്തിലേക്ക് കിടക്കുന്ന ആളാണ്, പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. ഒന്നാമത് ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 30 വർഷക്കാലം ഈ ബേ ഏരിയയിൽ ഞങ്ങൾക്ക് തന്ന സഹായ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഓണത്തിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായ ഒരു നല്ല ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.